ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. മോഹതീരങ്ങൾ എന്ന പ്രണയ നോവലിൻ്റെ 9ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുഴുവൻ കേൾക്കണേ. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. നിതിൻ വെളിയിലേക്ക് കുതിച്ചു. സുധർമ്മയെ അറിയിച്ച ശേഷം ടൗണിൽ ഓട്ടം കാത്തുകിടന്ന ശശിയെ വണ്ടിയുമായി വരാൻ അവൻ ഫോണിൽ വിളിച്ചറിയിച്ചു. 5 മിനിറ്റിനുള്ളിൽ ശശി കാറുമായി എത്തി. നിതിനെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച ശേഷം സീതയും സുധർമ്മയും കൂടി ഗ്രീഷ്മയുമായി ആശുപത്രിയിലേക്ക് തിരിച്ചു. താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെയാണ് അവർ പോയത്. അവിടെയാകുമ്പോൾ സഹപ്രവർത്തകരുടെ പരിഗണന കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരമുണ്ടായിരുന്നു. സുധർമ്മയും സീതയും താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് മുൻവാതിൽ കടന്ന് കാഷ്വാലിറ്റിയിലേക്ക് ചെന്നത്. അവശത തോന്നുന്നുണ്ടെങ്കിലും ആരും താങ്ങിപ്പിടിക്കേണ്ടെന്ന് ഗ്രീഷ്മ പറയുന്നുണ്ടായിരുന്നു. അതവർ വകവച്ചില്ല. ഗ്രീഷ്മയെ കണ്ടപാടെ സഹപ്രവർത്തകരെല്ലാം അടുത്തുകൂടി അയ്യോ എന്തു പറ്റി? വന്നവരെല്ലാം മാറി മാറി ചോദിച്ചു. നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണു. ഭയം വിട്ടുമാറാത്ത ശബ്ദത്തിൽ സീത പറഞ്ഞു. അവിടെ കിടത്തു, ജൂനിയർ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഗ്രീഷ്മയെ കിടത്തി ബെഡിനരികിലേക്ക് വന്നപ്പോൾ അവൾ പുഞ്ചിരിച്ചു. എന്താ ഗ്രീഷ്മ, ഇപ്പോൾ ബുദ്ധിമുട്ടെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഡോക്ടർ ചോദിച്ചു. ഇപ്പോൾ വിഷമമൊന്നും തോന്നില്ല ഡോക്ടറെ. വീട്ടിൽ വെച്ച് അമ്മയുമായി വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ തോന്നി. പിന്നെ കുറച്ചു നേരം ഒന്നും അറിഞ്ഞില്ല. ആശുപത്രി പോരേണ്ടതായിട്ടൊന്നും ഇല്ലായിരുന്നു, അമ്മയുടെ നിർബന്ധം, അവൾ പറഞ്ഞു. അങ്ങനല്ല ഡോക്ടർ, ഇവിടെ കുറച്ച് ദിവസമായി ഭക്ഷണമൊന്നും കാര്യമായി കഴിക്കുന്നില്ലായിരുന്നു. ഉറക്കക്കുറവുണ്ടായിരുന്നു, സീത ഇടയ്ക്ക് കയറി പറഞ്ഞു. ഡോക്ടർ സീതയെ നോക്കി ചിരിച്ചു. അമ്മയല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ. ഇതാരാണ്? അടുത്തു നിന്ന സുധർമ്മയെ നോക്കി ഡോക്ടർ ചോദിച്ചു. സ്വന്തമാണ്, സീത പറഞ്ഞു. ശശി അന്നേരം കാഷ്വാലിറ്റിക്ക് പുറത്തായിരുന്നു. അമ്മയും ചേച്ചിയും കുറച്ചു നേരം വെളിയിൽ വെയിറ്റ് ചെയ്യൂ, ഒന്ന് പരിശോധിക്കട്ടെ, ഡോക്ടർ പറഞ്ഞു. അവർ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി. കാഷ്വാലിറ്റിയുടെ പരിസരത്ത് തന്നെ നിന്നു. ശശി അവരുടെ അടുത്ത് ചെന്നു. എന്തു പറഞ്ഞു? പരിശോധിക്കുന്നു, സുധർമ്മ പറഞ്ഞു. അന്നേരം സീതയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു കാര്യം നാളത്തെ യാത്രയുടേതാണ്. അത് മുടക്കമാകും. മോളെ ഈ സ്ഥിതിയിൽ കണ്ടിട്ട് പോകാനും പറ്റില്ല. എന്താണ് ഇനി വേണ്ടതെന്നറിയാതെ സീതയുടെ മനസ്സ് കുലുങ്ങി മറിഞ്ഞു. എന്താ ചേച്ചി വിഷമിക്കുന്നേ? ഒന്നുമില്ലെന്നേ, സീതയുടെ നിൽപ്പും ചിന്തയും കണ്ടിട്ട് ആശ്വസിപ്പിക്കാനായി സുധർമ്മ പറഞ്ഞു. നാളത്തെ യാത്രയുടെ കാര്യം ഓർക്കുമ്പോഴാ, വിഷമത്തോടെ സീത പറഞ്ഞു. അതൊക്കെ നടക്കും, പോകുകയും ചെയ്യാം. ദേ ഗ്രീഷ്മ മോള് ചൊടിയൊടിപ്പോടെ ഇപ്പോൾ വരുന്നത് കണ്ടോണം ചേച്ചി. അതിനൊന്നുമില്ല, പിന്നെന്താ, സുധർമ്മ പറഞ്ഞു. എങ്കിലും ഈ അവസ്ഥയിൽ മോളെ ഒറ്റക്കാക്കിയിട്ട് അതിനെന്താ, ഞങ്ങളല്ലേ ഉള്ളത്. എന്താ ഞങ്ങൾ നോക്കൂലെന്നുണ്ടോ? അതുകൊണ്ടൊന്നല്ല സുധർമ്മ, മനസ്സുറപ്പില്ല. വാസുവേട്ടനും സമ്മതിക്കില്ല. ഏതായാലും ആ ചെക്കനെ വിളിച്ച് വിവരം അറിയിക്കാം, സീത പറഞ്ഞു. ആരെ? സുധർമ്മ ചോദിച്ചു. വിശാഖ് മോനെയോ? അല്ല, സീത ഗൗരവത്തോടെ പറഞ്ഞു. ആ SP യോട്. അതാണ് ഞങ്ങളെ മൂവാറ്റുപുഴയ്ക്ക് കൊണ്ടുപോകാൻ വരാമെന്നിട്ടിരിക്കുന്നത്. സീത ബാഗിൽ നിന്നും ഫോണെടുത്ത് ഉണ്ടായ സംഭവങ്ങളെല്ലാം ചന്ദ്രാനന്ദനെ അറിയിച്ചു. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് അവൻ സമ്മതിച്ചു. അന്നേരമാണ് ദൂരെ നിന്ന് വേവലാതിപ്പെട്ട് കാഷ്വാലിറ്റിയുടെ നേരെ വരുന്ന ഷിഖയെ സീത കണ്ടത്. സീത മുഖം വെട്ടിച്ചു. അവരോടുള്ള അടുപ്പം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു സീതയുടെ ലക്ഷ്യം. ഗ്രീഷ്മയ്ക്ക് എന്ത് പറ്റിയമ്മേ? അടുത്തെത്തിയ ഷിഖ ചോദിച്ചു. ആ, അവളൊന്ന് വീണു. നേരെ നിന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടക്കേട് പ്രകടമാക്കി സീത പറഞ്ഞു. എവിടെ? എങ്ങനെയായിരുന്നു? ഷിഖ ചോദിച്ചു. വീട്ടിൽ വെച്ച് തന്നെ. പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ അവളവിടെ നിന്നില്ല. നേരെ കാഷ്വാലിറ്റിക്കകത്തേക്ക് കിടന്നു. അല്പനേരം കഴിഞ്ഞ് ഷിഖ സന്തോഷത്തോടെ തിരിച്ചു വരുന്നു. ഗ്രീഷ്മയ്ക്ക് വിശേഷമുണ്ട്, അവൾ ഗർഭിണിയാണ്, അവൾ പറഞ്ഞു. ആണോ? സുധർമ്മ ഉത്സാഹത്തോടെ ചോദിച്ചു. പെട്ടെന്ന് സുധർമ്മ സീതയുടെ തോളത്ത് പിടിച്ചു കുലുക്കിക്കൊണ്ട്, ഓ, സീതേച്ചി മുത്തശ്ശിയാവാൻ പോകുന്നു. ഈ സന്തോഷം നമുക്ക് അടിച്ചു പൊളിക്കണം, അല്ലേ ശശിയേട്ടാ? സുധർമ്മ പറഞ്ഞു. പിന്നെ അല്ലേ, ശശിയും പറഞ്ഞു. ഒന്നും വേണ്ട, അതിനുള്ള സമയമായിട്ടില്ല, സീത ഗൗരവം കലർത്തി പറഞ്ഞു. സീതയുടെ ഗൗരവം ശിഖയെ ആശങ്കപ്പെടുത്തി. മകളുടെ വയറ്റിൽ ഒരു കുഞ്ഞു കുരുന്നു മുളപൊട്ടിയെന്ന് കേട്ടപ്പോൾ സന്തോഷിക്കേണ്ട ചേച്ചിക്ക് ഇതെന്ത് പറ്റിയെന്ന് സുധർമ്മയും ശശിയും ചിന്തിച്ചു. ഒരുപക്ഷെ വാസുവേട്ടൻ്റെ ആശുപത്രി യാത്രയെക്കുറിച്ചായിരിക്കും ചേച്ചി ആകുലപ്പെടുന്നതെന്ന് സുധർമ്മ മറിച്ചും വിചാരിച്ചു. എന്താ ചേച്ചി മുഖത്താകെ ഒരു വാട്ടം? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? അതോ വാസുവേട്ടനെ കൊണ്ട് പോകേണ്ട കാര്യം ഓർത്തിട്ടാണോ? അതൊക്കെ അങ്ങ് നടക്കില്ല ചേച്ചി. കുട്ടി വളർന്ന് പൂർണ്ണ ഗർഭിണിയാണെങ്കിൽ ഇനി എത്ര മാസം കിടക്കുന്നു? അതിനിപ്പോഴേ മനസ്സ് പുണ്ണാക്കണോ?
സുധർമ്മ കാര്യസ്ഥയെ പോലെ ചോദിച്ചു. വേണം, ഇപ്പോഴേ അതിനെക്കുറിച്ച് ആകുലത വേണം. ഷിഖയ്ക്ക് കൂടി മനസ്സിലാക്കാൻ തക്കവണ്ണം അർത്ഥം വെച്ചാണ് സീത പറഞ്ഞത്. തൻ്റെ മോളുടെ ഭാവി, അത് അങ്ങാടിയിലെ വില കുറഞ്ഞ ചരക്കാകും, ആർക്കും വേണ്ടാതാകും. കുട്ടി അവൾക്ക് ഭാരമാകും. അകന്നു നിൽക്കുന്ന മരുമോൻ, ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞു പോകുന്ന കള്ളം, വെളിച്ചത്താകാൻ അധിക നേരമില്ല, അധിക നാളില്ല. അവരെ പിരിക്കാൻ കൊടുത്ത കേസും വൈകാതെ തീർപ്പാകും. അതിനു മുമ്പ് ഇതിനൊരു തീരുമാനം കണ്ടേ പറ്റൂ, സീതയുടെ മനസ്സ് പറഞ്ഞു. സീത പറഞ്ഞത് ഗൗരവമാക്കാതെ ശിഖ അകത്ത് ഗ്രീഷ്മയുടെ അരികിലേക്ക് പോയി. വിശാഖമോനെ ഇത് അറിയിക്കേണ്ട ചേച്ചി? സുധർമ്മ ചോദിച്ചു. സീത അവളെ നോക്കി. എന്നിട്ട് അവളുമായി അല്പം മാറി നിന്നു. ശശി കേൾക്കേണ്ടെന്ന മട്ടിൽ. സുധർമ്മേ, നിന്നോട് ഇനിയൊന്നും മറച്ചു പിടിക്കുന്നില്ല. സീത അവളോട് ഇതുവരെ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. സുധർമ്മ അന്തം വിട്ടു നിന്നു. ആ സമയത്താണ് ചന്ദ്രാനന്ദൻ്റെ ഫോൺ വന്നത്. സീത കോളെടുത്തു. എന്താ മോനെ? സീത ചോദിച്ചു. ഗ്രീഷ്മയ്ക്ക് എങ്ങനെ? അയാൾ ചോദിച്ചു. കുഴപ്പമില്ല, ഞങ്ങൾ ഉടനെ വീട്ടിലേക്ക് തിരിക്കുകയാണ്, വെറുതെ തലചുറ്റിയെന്നത് മാത്രം, സീത പറഞ്ഞു. ചന്ദ്രാനന്ദൻ്റെ മനസ്സിൽ തിരയിളക്കി. ഗ്രീഷ്മ, അവൾ സുന്ദരിയാണ്, സലോമിയേക്കാൾ ഏറെ മുന്നിൽ. വശ്യ സൗന്ദര്യമൊക്കെ പറയുന്നത് ഇതാണ്, ഏതൊരു പുരുഷനെയും മോഹിപ്പിക്കുന്ന ചാരുത. ഇവളെ വിട്ടുകളയാൻ മനസ്സ് തോന്നുന്നില്ല. വിശാഖ തിരുമണ്ടൻ, അങ്ങനല്ലേ ഇവനെയൊക്കെ പറയൂ. കയ്യിൽ കിട്ടിയ കനകം കൽക്കരയാണെന്ന്. സ്റ്റുപ്പിഡ്. അവന് വേണ്ടെങ്കിൽ എനിക്ക് വേണം. കല്യാണം കഴിച്ചിട്ട് 2 മാസം, അതൊരു പോരായ്മയായി കരുതണ്ട. അവസരം മുതലാക്കണം, അവളെ സ്വന്തമാക്കണം, അവരെ വേർപിരിയാൻ മുൻനിരയിൽ നിൽക്കണം. വിശാഖനെ നേരിട്ട് കണ്ട് കൗശലത്തോടെ അവളോടുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കണം. വേണ്ടെങ്കിൽ മ്യൂച്വൽ പെറ്റീഷന് പ്രോത്സാഹനം കൊടുപ്പിക്കണം. ചന്ദ്രാനന്ദൻ്റെ മനസ്സിൽ മാനം വെളുത്തു. അപ്പോൾ അവൻ്റെ ഫോണിൽ ഒരു കോൾ മധുരസംഗീതം മുഴക്കി. സലോമി. സ്ക്രീനിൽ ആ പേര് തെളിഞ്ഞു. എന്തിനാണ് ഇപ്പോൾ ഇവളുടെ വിളി? ഇവൾ വന്നു പോയതിൻ്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല. അവൻ അസഹിഷ്ണുതയോടെ ഓർത്തു. എന്തുമാകട്ടെ എന്ന് കരുതി അവന് കോളെടുത്തു. ഹായ് സലോമി, നിന്റെ കാര്യം മനസ്സിലോർത്തപ്പോൾ തന്നെ നിന്റെ വിളി വന്നു, ചന്ദ്രാനന്ദ് പറഞ്ഞു. ഓ പിന്നെ, അല്ല നേര്. എനിക്കറിയാലോ തന്നെ, മോഹിപ്പിച്ച് മോഹിപ്പിച്ച് മോഹിനിയാക്കാൻ താൻ മിടുക്കനാണെന്ന്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ കൈവിടാനോ മറ്റോ ഭാവമുണ്ടെങ്കിൽ ഒന്നും ഞാൻ ഓർക്കില്ല, അങ്ങ് കൂട്ടുപ്രതിയാക്കും. അവൾ തമാശയായിട്ടും കാര്യമായിട്ടും പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നെ, അബദ്ധമൊന്നും കാണിക്കല്ലേ, അവൻ ആശങ്കയോടെ പറഞ്ഞു. ഇപ്പോൾ ഇല്ല, എങ്കിലും നമ്മുടെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് കിട്ടണം, അവൾ പറഞ്ഞു. എന്തുറപ്പ്? കല്യാണക്കാര്യമാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടില്ലല്ലേ. ആ മൂപ്പിന്ന് രംഗത്ത് വന്നതുകൊണ്ടല്ലേ എല്ലാം ഉഴപ്പിപ്പോയത്. അതൊക്കെ നേരാ. ആ പിന്നെ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തത്, അവൾ പറഞ്ഞു. എന്ത്? ആ മനുഷ്യനുമായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്താലോ? ചന്ദ്രാനന്ദൻ്റെ ഉള്ളിൽ ഒരു വെടിപൊട്ടി. ഇവൾ കോംപ്രമൈസ് ഒന്നല്ല ഉദ്ദേശിച്ചത്, വെട്ടിപ്പിടിച്ചതെല്ലാം തിരിച്ചു കൊടുക്കാനാണോ? എങ്കിലും ഇവളെന്തിനാ ഇത്ര പാടുപെട്ടത്? അതോ കുറച്ചു നാളത്തെ ജയിൽവാസം കൊണ്ട് മാനസാന്തരപ്പെട്ടോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രാനന്ദ് ചോദിച്ചു. മറ്റൊന്നുമല്ല, കരഞ്ഞു പറഞ്ഞ് അയാളുടെ കാല് പിടിച്ച് ഉള്ളതിൽ കുറച്ച് തിരിച്ചു കൊടുത്ത് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാമെന്ന് കരുതി, അവൾ പറഞ്ഞു. ഫസ്റ്റ് അയാളെ സമ്മതിക്കുമെന്ന് നീ കരുതുന്നോ? ഒന്നുമില്ല, ഇത് പറഞ്ഞ് ചെന്നാൽ ഇനിയും നിനക്ക് കുരുക്കയാകൂ. പിന്നെ എങ്ങനെയാ? അതൊക്കെ വഴിയെ നടക്കും. കോടതിയിൽ വരുമ്പോൾ ഒന്നിനും ഒരു തെളിവില്ലാതായാൽ പോരെ? അത് ഒന്നുമില്ല, നീ ധൈര്യമായിരിക്കും. എനിക്കല്പം തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അയാൾ ഫോണ് കട്ട് ചെയ്തു. അടുത്ത ദിവസം ചന്ദ്രാനന്ദ് വിശാഖിൻ്റെ അളിയൻ രത്തനെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഗ്രീഷ്മയുടെയും വിശാഖിൻ്റെയും കാര്യത്തിൽ ഒരു ഇടനിലക്കാരനായുള്ള ഭാവത്തിലാണ് ക്ഷണിക്കൽ. നോക്കൂ രത്ത, എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ടും ഞാൻ ഇടപെടുന്നത് അങ്കിളിനെ ഓർത്തിട്ടാണ്. അങ്കിൾ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്. അങ്കിളിനെ ഇപ്പോൾ കൂടുതൽ വിഷമിപ്പിക്കുന്ന മകളുടെ കാര്യമാണ്. അതിനൊരു പരിഹാരം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ വിശാഖ് ഒരു പുനർചിന്തനം നടത്തണമെന്നാണ്. അത് രത്തൻ അയാളോട് പറയണം, ചന്ദ്രാനന്ദ് അറിയിച്ചു. എത്ര വട്ടം സാർ, അവനൊന്ന് അടുക്കണ്ടേ? അവൻ ഗ്രീഷ്മയെ ഉപേക്ഷിച്ചെന്നാണ് പറയുന്നത്, രത്തൻ പറഞ്ഞു. ചന്ദ്രാനന്ദൻ്റെ ഉള്ളിൽ സന്തോഷം പടർന്നു. എങ്കിലെന്തിനെ താമസിപ്പിക്കണം? ഒരു മ്യൂച്വൽ പെറ്റീഷൻ കൊടുത്ത് 2 പേരും വേർപിരിയാൻ നോക്കണമെന്ന് പറയും. അല്ലാതെ ആ കുടുംബത്തിന് വെറുതെ ഇങ്ങനെ എന്തിനു കഷ്ടപ്പെടുത്തണം? ആ പെങ്കൊച്ചെങ്കിലും രക്ഷപ്പെടട്ടെ, ചന്ദ്രാനന്ദ് പറഞ്ഞു. അതിന് അവൻ്റെ അമ്മയും പെങ്ങളും സമ്മതിക്കില്ല. അവർക്ക് അവളെ പിരിയാൻ പറ്റില്ല, രത്തൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒരു തീരുമാനമുണ്ടാക്കാതെ ഇങ്ങനെ നീണ്ടുപോകുന്നത് അത്ര ശരിയല്ല. അവരെ ദ്രോഹിക്കുന്നതിന് ഒരു അറുതി വേണ്ടേ? ഒരു കാര്യം ചെയ്യ്, അയാളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയും, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, തമ്മിലൊന്ന് അടുപ്പിക്കാമെന്നു. രത്നം ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കണം, ചന്ദ്രാനന്ദ് പറഞ്ഞു. ശ്രമിക്കാം സാർ, രത്നം പറഞ്ഞു.
വെറും ശ്രമം പോരാ, നല്ല റിസൾട്ടുമായിട്ട് വരണം. ചന്ദ്രാനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ ശരി സാർ, ഞാനങ്ങോട്ട്. രത്തൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഓക്കെ. രത്തൻ വെളിയിലേക്ക് ഇറങ്ങി. അധ്യായം 18. പിറ്റേന്ന് സന്ധ്യയോടുകൂടി രത്തനും ശിഖയും കാവിത്താഴത്തെത്തി. ചന്ദ്രാനന്ദ് പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളെല്ലാം ശിഖയോട് രത്തൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒന്നിനു പുറകെ 2 കാര്യങ്ങളുമായാണ് അവരുടെ അവിടേക്കുള്ള വരവ്. രത്തനാണ് ആദ്യം വിശാഖിൻ്റെ മുറിയിലെത്തിയത്. ശിഖ അമ്മയുടെ അരികിലേക്കും പോയി. പെട്ടെന്ന് രത്തനെ കണ്ട തിടുക്കത്തിൽ വിശാഖ് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആ അളിയനോ, വരൂ. ശിഖച്ചില്ലേ? വിശാഖ് ചോദിച്ചു. ഉണ്ടാവണമല്ലോ, നിനക്ക് ഓർമ്മയില്ലെങ്കിലും ഞങ്ങൾക്കെങ്കിലും വേണ്ടേ? എന്താ, പഴയതുപോലെ ആവർത്തിക്കാനാണോ പാവം? എങ്കിൽ ആ ടോപ്പിക്ക് ഇപ്പോഴേ നിർത്തിക്കോ, വിശാഖ് പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നിർത്താനാവും. പക്ഷേ എനിക്കെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലവനെ ബോധ്യപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. രത്തൻ മുറിയിലെ കസേര വലിച്ചിട്ടിരുന്നുകൊണ്ട് പറഞ്ഞു. അതാരാ? ചന്ദ്രാനന്ദ് IPSനെയോ? പിന്നല്ലാതാരാ? രത്തൻ പറഞ്ഞു. അതിന് അയാൾക്കെന്താ ഇതിൽ കാര്യം? വിശാഖ് അനിഷ്ടത്തോട് ചോദിച്ചു. കാര്യമുണ്ട്. ആ കുടുംബവുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമാണ്. അയാളുടെ മമ്മിയുടെ സുഹൃത്തുക്കളുടെ മകളാ ഗ്രീഷ്മ, രത്തൻ അറിയിച്ചു. അതുകൊണ്ടെന്താ? അയാൾ പറയുന്നത് കേട്ട് എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറണോ? ഇല്ല, നടക്കില്ല. ഇതിനൊക്കെ നിയമമുണ്ട്, അതുപോലെ നടക്കും. ആരുടെയും ഭീഷണി വേണ്ട, വിശാഖ് പറഞ്ഞു. ഭീഷണിയല്ല വിശാഖെ, അദ്ദേഹം നിങ്ങളുടെ ഗുണത്തെ കരുതിയാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരുന്നതിലാണ് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം. അതിനുവേണ്ടി നീ SP സാറുമായിട്ടൊന്ന് കൂടിക്കാണണം, അവിടേക്ക് ചെല്ലണം. നടക്കില്ല, വിശാഖ് ഒച്ച വെച്ചു. അതെന്താ? ആ സമയം അവിടേക്ക് അമ്പിളി അമ്മയോടൊപ്പം കടന്നു വന്ന ശിഖ അവനോട് ചോദിച്ചു. ആ മനുഷ്യൻ നല്ലൊരു കാര്യത്തിന് തുനിഞ്ഞപ്പോൾ നിനക്കയാൾ കൊള്ളുകയല്ലാത്തവനായി. നിന്റെ ഇഷ്ടത്തിന് എതിരെ നിൽക്കുന്നവരെല്ലാം മോശപ്പെട്ടവരായി. ഇതുകൊണ്ടൊന്നും കാര്യമില്ല വിശാഖെ. നീ ഇനിയൊരു തീരുമാനം എടുത്തേ മതിയാവും. പുതിയൊരു അതിഥി ഈ വീട്ടിൽ വരുന്ന സ്ഥിതിക്ക്, ശിഖ പറഞ്ഞു. അവൻ സംശയദൃഷ്ടിയോടെ അവളെ നോക്കി. അതാര്? അവളാണോ അവനാണോ എന്നറിയില്ല. എന്തായാലും നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോണു, ശിഖ സന്തോഷത്തോടെ പറഞ്ഞു. അമ്പിളി അമ്മയും രത്തനും അവരെ നോക്കി ചിരിച്ചു. വിശാഖ് നിശബ്ദനായി. അവൻ്റെ ഭാവമാറ്റം അവർ സശബ്ദം വീക്ഷിച്ചു. ഒരുപക്ഷെ മാറി ചിന്തിക്കുവാൻ അത് ഇടയാക്കുമെന്ന് അവർ വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഊണുപോലും കഴിക്കാൻ പോകാതെ നാളത്തേക്കുള്ള ഒരു അർജൻറ്റ് മാറ്റർ തയ്യാറാക്കുകയായിരുന്നു വിശാഖ്. മീൽസ് കഴിക്കാൻ പോയവരാരും തിരികെ സീറ്റിലെത്തിയിട്ടില്ല. ആ സമയത്താണ് നീതു പുറത്തു നിന്നും കടന്നു വന്നത്. എഴുത്ത് തുടരുന്നതിനിടയിൽ വിശാഖ് തലയുയർത്തി അവളെ ഒന്ന് നോക്കി. ഇവൾ പോയില്ലായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. നീതു വന്നപാടെ അവൻ്റെ മേശയ്ക്ക് മുന്നിലെ കസേരയിലിരുന്നു. അവൻ ചോദ്യരൂപത്തിൽ മൂളി. നീ പോയില്ലേ? അവൻ ചോദിച്ചു. ഓഹോ, നിനക്കാണ് എന്നെ പറഞ്ഞു വിടണമെന്ന് നിർബന്ധമല്ലേ? നീതു ചോദിച്ചു. എന്ന് ഞാൻ പറഞ്ഞോ? അവൻ ചോദിച്ചു. വേണ്ടല്ലോ, ഈ ചോദ്യം തന്നെ മതിയല്ലോ. ആ, അല്ലേലും എന്നോട് തന്നെ നീ അത് ചോദിക്കണം. അവൾ കണ്ണുകൾ അലസമായി എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഒന്ന് പോ നീതു, ഇതൊന്ന് തീർത്തിട്ട് വേണം എനിക്ക് പുറത്തേക്ക് പോകാൻ. അവൻ പറഞ്ഞു. നീ ഭക്ഷണം കഴിച്ചില്ലേ? അവൾ ചോദിച്ചു. ഇല്ല. എന്നാൽ പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർക്കാം. എനിക്കൊരു ഔദ്യോഗിക മീറ്റുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുലക്കി. അവന് ദേഷ്യം വന്നു. ആ, അങ്ങ് പെട്ടെന്ന് ദേഷ്യം വന്നോ? എങ്കിൽ കേട്ടോളൂ. ആദ്യം നീ ചോദിച്ചതിന് ഉത്തരം. ഞാൻ ഉടനെ അമേരിക്കയ്ക്ക് ചെല്ലേണ്ടതില്ല എന്ന് മാഡത്തിൻ്റെ അറിയിപ്പ് കിട്ടി. 2, ഞാനിന്ന് അപ്പച്ചനെയും കൊണ്ട് കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോയി ആശുപത്രിയിൽ. അപ്പം ഞാൻ മിസ് ഗ്രീഷ്മ വിശാഖിനെ കണ്ടിരുന്നു. അത് കേട്ടതും അവൻ അരിശം പതഞ്ഞു പൊങ്ങി. അതിന്? അവൻ ചോദിച്ചു. നല്ല ചൈതന്യമുള്ളൊരു പെണ്ണ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തല കുനിച്ച് എഴുതാൻ തുടങ്ങി. പിന്നെന്തിനാ അതിനോട് ഇത്രയും വിരോധം? ഗ്രീഷ്മ പറഞ്ഞില്ലെങ്കിലും അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ആതിര സിസ്റ്ററിനെ കണ്ടപ്പോൾ മറ്റൊരു കാര്യം അറിഞ്ഞു. താനൊരു അച്ഛനാകാൻ പോണെന്ന കാര്യം അവൾ പറഞ്ഞു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. നേരാടോ, ആ നേഴ്സിന് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ വീട്ടുകാർ പറഞ്ഞതും ഇവൾ പറയുന്നതും വാസ്തവമാകുന്നു. ഒരു നിമിഷം അവൻ ചിന്തയിലായി. തൻ്റെ നേരെ തിരിയാനുള്ള ഒരു വലിയ അസ്ത്രം അവരുടെ കയ്യിലായി. പക്ഷെ വാസുദേവൻ നായർ അത് അംഗീകരിക്കില്ല. അയാൾ പോട്ടടോ, എല്ലാം ക്ഷമിക്ക്. ആ പെൺകുട്ടിയെ ഓർത്തിട്ടെങ്കിലും നല്ല കുട്ടിയല്ലേ അത്, അവർ പറഞ്ഞു. ഓഹോ, വക്കാലത്ത് ഏറ്റെടുത്തോ? അപ്പോൾ എന്നോട് നിനക്കുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡൊക്കെ മാറിയോ? ഓ, അതൊക്കെ ചുമ്മാ ഓരോ സമയത്ത് തോന്നിയ വികൃതിത്തരങ്ങൾ. ഇപ്പോൾ കാര്യങ്ങളിലേക്ക് കടന്നു വന്ന് നീ കരുതിക്കോ. അതുകൊണ്ട് നിൻ്റെ അഭ്യുതാകാംക്ഷയായ ഒരു കൂട്ടുകാരി എന്ന നിലയിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. നീ ആ കുട്ടിയെ വിളിച്ചു കൊണ്ടുവരണം, അവൾ പറഞ്ഞു. ഈ സമയം
ഭക്ഷണം കഴിക്കാൻ പോയൊരു സീറ്റിൽ വന്നിരുന്നു തുടങ്ങി. ആ, വിശാഖ് സാറ് പോയില്ലായിരുന്നോ? അവരിൽ ഒരാൾ ചോദിച്ചു. പോകണം, ഒരല്പം കൂടി തീർക്കാനുണ്ട്, അവൻ പറഞ്ഞു. അല്ല, നീതു മേഡം ഇന്നലെ പോകുന്നല്ലേ പറഞ്ഞത്? മറ്റൊരാൾ നീതുവിനോട് ചോദിച്ചു. ആ, അറിഞ്ഞില്ലേ, ഈ മേഡത്തിനെ ഇവിടെ നീട്ടി പ്രതിഷ്ഠിച്ചു, അല്പം രസം കലർത്തി അവൻ പറഞ്ഞു. അത് നന്നായി, ഞങ്ങൾക്ക് വെടിപൊട്ടിക്കാനായിട്ട് ഒരാളുണ്ടാവുമല്ലോ. സബിത അത് പറഞ്ഞപ്പോൾ അവിടെ കൂട്ടച്ചിരി വരുന്നു. അന്നേരമാണ് വിശാഖിൻ്റെ മുന്നിലിരുന്ന ഇൻ്റർകോം ശബ്ദിച്ചത്. നമ്പർ 1 സൂര്യ മേഡമാണ്. അവൻ റിസീവർ കാതിൽ ചേർത്തു. വിശാഖ് ക്യാബിനിലേക്ക് വരൂ. അവൻ റിസീവർ താഴ്ത്തി വെച്ച ശേഷം മാനേജിംഗ് എഡിറ്ററുടെ ക്യാബിനിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്ന് അവനോട് മുന്നിലെ കസേരയിലിരിക്കാൻ ആംഗ്യം കാണിച്ച ശേഷം സൂര്യ പറഞ്ഞു. വിശാഖ് പുനരന്വേഷണത്തിനുള്ള നടപടികളായിട്ടുണ്ട്. ഇനി നമ്മുടെ ഭാഗത്തു നിന്നുള്ള നീക്കമാകാം. തൽക്കാലം അമേരിക്കൻ എഡിഷനിൽ വേണ്ടെന്നുള്ളതാണ് ചേച്ചിയുടെ ഇപ്പോഴത്തെ തീരുമാനം. ഇവിടെ മാത്രം മതി. അയാൾ ഇവിടെയാണല്ലോ, സൂര്യ പറഞ്ഞു. ഓക്കെ മേഡം, റിപ്പോർട്ടറുടെ പേര് വെക്കണ്ട, സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് എന്ന് കാണിച്ചാൽ മതി, അവൾ ഓർമ്മപ്പെടുത്തി. ഒരു 2 ആഴ്ച സമയം, അതിനുള്ള സ്റ്റോറി തയ്യാറാക്കണം. അതിനുവേണ്ടി ഇവിടുത്തെ ഏത് സൗകര്യവും എന്ത് സൗകര്യവും വിശാഖിന് ഉപയോഗിക്കാം, സൂര്യ പറഞ്ഞു. ഓക്കെ, മരവിച്ച് കിടന്ന കേസാ, വമ്പന്മാരുടെ സപ്പോർട്ടുണ്ടവന്, പൊക്കണം. നമ്മുടെ കഥ അങ്ങാടിപ്പാട്ടാകുമ്പോൾ അവന് നിൽക്കക്കള്ളി ഇല്ലാതെയാകും. അവൻ കളിക്കും. അപകടം നമുക്ക് മുന്നിലുണ്ടാകും. വിശാഖിൻ്റെ ഓരോ ചുവടുവയ്പും ശ്രദ്ധയോടെ വേണം. എഴുതുന്ന ആൾ ഒരു കാരണവശാലും വിശാഖാന്ന് അറിയരുത്. ഇല്ല മേഡം, അവൻ പറഞ്ഞു. എന്നാൽ പൊയ്ക്കോളൂ. അവൻ ക്യാബിനിൽ നിന്നും പുറത്തു കടന്നു. വാസുദേവൻ നായരെ പുതിയ ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ട ദിവസം എത്തി. പറഞ്ഞതിനനുസരിച്ച് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മിനി ആംബുലൻസ് വാനുമായിട്ടാണ് ചന്ദ്രാനന്ദ് കാരാണിമറ്റത്തെത്തിയത്. അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. യാത്രയാക്കാൻ സുധർമ്മയും ശശിയുമുണ്ട്. അവരെല്ലാം കൂടി സഹായിച്ച് വാസുദേവൻ നായരുടെ വാനിൽ കയറ്റി. അതിനുശേഷം സീത സുധർമ്മയെ അല്പം മാറ്റി നിർത്തി സംസാരിച്ചു. സുധർമ്മേ, മക്കളെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവരെ നോക്കിക്കൊള്ളണം. സുധർമ്മ 2 മാസത്തേക്ക് ഇവിടെ വന്ന് കിടന്നാലും വേണ്ടില്ല. പറഞ്ഞത് മറ്റൊന്നും കൊണ്ടില്ല, മോളുടെ സമയം അറിയാമല്ലോ. അറിയാം ചേച്ചി. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സുധർമ്മ പറഞ്ഞു. വാസുവേട്ടനൊന്ന് നടത്തിക്കാനുള്ള ആഗ്രഹം കൊണ്ടായി പോക്ക്, അല്ലാതെ ഇവിടം വിട്ടുപോകാൻ ഒരു മനസ്സുമില്ല. പറഞ്ഞപ്പോൾ സീതയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒലിച്ചിറങ്ങി. ചേച്ചി ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ. അവരുടെ എല്ലാ കാര്യത്തിലും ഞാൻ ശ്രദ്ധയുണ്ടാകും. എനിക്കതറിയാം, സീത പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞ് മകളുടെ അരികിലെത്തി. അവളുടെ മുടിയിൽ തലോടിയിട്ട്. ചെക്കപ്പിന് പോകുമ്പോൾ സുധർമ്മ ചേച്ചിയും കൂടി കൂട്ടിക്കോണം, സങ്കടത്തോടെ പറഞ്ഞു. അമ്മ ഇപ്പോൾ ഒന്നും ചിന്തിക്കണ്ട, അതിനൊക്കെ സമയമുണ്ടല്ലോ. അമ്മ എത്രയും വേഗം അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക്. അവൾ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാനിനകത്തേക്ക് കയറ്റിവിട്ടു. തലയുയർത്തി വെച്ച സ്ട്രെച്ചറിൽ കിടന്ന് വാസുദേവൻ മക്കളെയും സുധർമ്മയും ശശിയെയും മറ്റുള്ളവരെയും നോക്കി യാത്ര ചോദിച്ചു. പോയി വരട്ടെ. നിറമിഴികളോടെ അവരെ അവർ യാത്രയാക്കി. അധ്യായം 19. വിശാഖ് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു. ടൗൺ പിന്നിട്ട് വാഴപ്പള്ളിച്ചിറയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നിർത്തിയിട്ട ഒരു പോലീസ് വാഹനം കണ്ണിപ്പെട്ടത്. അവരവിടെ ചെക്കിംഗ് ആണെന്ന് മനസ്സിലായി. വിശാഖ് ബൈക്കിൻ്റെ സ്പീഡ് കുറച്ചു. തനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമവിരുദ്ധമായ ഒന്നും അവർക്ക് എന്നിൽ നിന്നും കണ്ടെത്താനാവില്ല. അവനെ വണ്ടി കണ്ടപ്പോൾ തന്നെ രത്തൻ്റെ അളിയനാണെന്ന് ചിലർക്ക് മനസ്സിലായി. കടന്നു പോയിക്കൊള്ളൂ എന്ന് അവർ കൈ കാണിച്ചു. എങ്കിലും അവരെ മറികടന്ന് അല്പം മുന്നോട്ട് മാറി സൈഡ് ചേർത്തി അവൻ ബൈക്ക് നിർത്തി തിരിഞ്ഞു നോക്കി. ആ കൂട്ടത്തിൽ രത്തനെ കണ്ടതുകൊണ്ടാണ് അവൻ വണ്ടി നിർത്തിയത്. എന്താ എന്ന രീതിയിൽ രത്തൻ കൈയുയർത്തി ചോദിച്ചു. വിശാഖ് അളിയനെ അടുത്തേക്ക് വിളിച്ചു. രത്തൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ അളിയ? രത്തൻ ചോദിച്ചു. അളിയനെ കൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ട്, വിശാഖ് പറഞ്ഞു. എന്താടാ? രത്തൻ ചോദിച്ചു. ഒരു കേസ് പൊക്കണം, വിശാഖ് പറഞ്ഞു. കേസ് പൊക്കാനോ? നിനക്കൊരു പണിയില്ലേ? രത്തൻ ഒഴിഞ്ഞു മാറുന്ന ഭാവം കട്ടി. ഇതാണെൻ്റെ പണി. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണിലാണ് ഞാൻ നിൽക്കുന്നത്, വിശാഖ് ചെറുചിരിയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, എടങ്കോലുണ്ടാക്കുന്ന പണിയൊന്നും നീ പറയണ്ട, രത്തൻ പറഞ്ഞു. എടങ്കോലോ? എന്തെടങ്കോല്? ഇതൊരു ഉപകാരമല്ലേ? പാവപ്പെട്ട ഒരു പെണ്ണിൻ്റെ ജീവിതം കശക്കിയെറിഞ്ഞ ഒരു കശ്മലിനെ പിടിക്കാനുള്ള ശ്രമമല്ലേ, വിശാഖ് പറഞ്ഞു. ആരാ കക്ഷി? രത്തൻ ചോദിച്ചു. കക്ഷിയെ പിന്നെ ഞാൻ വെളിപ്പെടുത്താം. അതിനു മുമ്പ് കേസ് നടത്തിക്കൊണ്ടുവന്ന നാൾവഴികൾ എനിക്കറിയണം. അതിന് അളിയൻ്റെ സഹായം എനിക്ക് വേണം. അതങ്ങനെ? സംഭവം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ വിവരങ്ങൾ അറിയണം. അതെവിടെയാ? രത്തൻ ചോദിച്ചു. ചിന്നമ്പാറ. ചിന്നമ്പാറയോ? അതെ. ഏത് വർഷമായിരുന്നു കേസ്? 2012. കേസ് ഏതാണ്? സുധിയ എന്ന ഒരു പെൺകുട്ടിയുടെ തിരോധാനം. കൊലപാതകമെന്ന സംശയം നിലനിൽക്കെ തന്നെ കേസ് മരവിപ്പിച്ചു,
വിശാഖ് സൂചന കൊടുത്തു. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ, ഉറപ്പ് പറയില്ല. അത് കേസ് അവസാനിച്ച സ്ഥിതിക്ക്. പക്ഷെ നിനക്കിതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, രത്തൻ പറഞ്ഞു. എൻ്റെ ബോസ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. അവൻ പറഞ്ഞു. ആട്ടെ, നടക്കട്ടെ, ഞാൻ അന്വേഷിക്കാം. എങ്കിലും നീ സൂക്ഷിക്കണം, രത്തൻ പറഞ്ഞു. മറ്റൊരു ദിവസം വിശാഖ് ചിന്നമ്പാറയ്ക്ക് പോയി, സംഭവ സ്ഥലത്ത്. അതിനു മുമ്പ് രത്തൻ കുറച്ച് വിവരങ്ങൾ വിശാഖിന് കൈമാറിയിരുന്നു. ചിന്നമ്പാറയിലെത്തിയ അവൻ പരിസരങ്ങൾ ചുറ്റിക്കറങ്ങ് ചിലരെ കണ്ട് തിരിച്ചു പോന്നു. വിശാഖ് എഴുതി തുടങ്ങി. കഥയല്ല, നടന്ന സംഭവം. വേഷപ്പകർച്ച നടത്തി വേട്ടനായിയെപ്പോലെ ഒരു പെണ്ണിൻ്റെ യൗവനം തച്ചുടച്ച ഒരു കശ്മലൻ്റെ കഥ. ചിന്നമ്പാറ ഗ്രാമത്തിൽ നടന്ന ആ സംഭവം ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ആരെയും പരിക്കേൽപ്പിക്കാതെ കടന്നു പോവുകയായിരുന്നു. പണത്തിൻ്റെ സ്വാധീനത്തിൻ്റെയും ബലത്തിൽ വേട്ടക്കാരൻ ഇന്ന് അധികാരത്തിൻ്റെ ഒരു താക്കോൽ സ്ഥാനത്ത്, ഒരു സേനയുടെ തലപ്പത്ത്. എന്നാൽ അവനെതിരെ ഉയർന്നു വരുന്ന കൊടുവാളിൻ്റെ തിളക്കം അവൻ കണ്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ആ കേസ് പുനർജനിച്ചു. കഥ ഇങ്ങനെ. അത്രയും എഴുതിയ ശേഷം വിശാഖൊന്ന് വായിച്ചു. തിരുത്തലുകളുണ്ടെങ്കിൽ സുരിയ മേഡത്തെ കാണിച്ച ശേഷം ആകാമെന്ന് കരുതി കിട്ടിയ വിവരങ്ങൾ അവൻ കുറിച്ചു വെച്ചു. നന്ദകുമാർ എന്ന ഫ്രീലാൻസ് വീഡിയോഗ്രാഫറായിരുന്ന സുധിയയുടെ ഭർത്താവ്. സുധിയ ജേർണലിസ്റ്റും. സുധിയയ്ക്ക് എറണാകുളത്ത് സ്വന്തമായി റോയൽ ആനിമേഷൻ സെൻറ്റർ എന്ന സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ അവരുമായിട്ട് നന്ദകുമാറിൻ്റെ അടുപ്പമാണ് അവരെ പ്രണയത്തിലേക്കും പിന്നെ വിവാഹത്തിലേക്കും നയിച്ചത്. ഇരുവരുടെയും വിവാഹം വീട്ടുകാരറിഞ്ഞില്ല. മധുവിധുവിൻ്റെ ആനന്ദലഹരി കൊഴിഞ്ഞു പോകെ തന്നെ സുധിയയെ അവൻ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞിരുന്നു. അവളുടെ റോയലിൻ്റെ അധികാരങ്ങൾ അവൻ കൈയാളുവാൻ തുടങ്ങി. ധനം വഴിമാറി ഒഴുകി. ക്രമേണ ആ സ്ഥാപനത്തിൻ്റെ വളർച്ച കൂപ്പുകുത്തി. ഗഡുമുടുങ്ങി. ബാധ്യത വളർന്നു. സ്ഥാപനം നിശ്ചലമായപ്പോൾ റോയലിന് സാമ്പത്തിക സഹായം നൽകിയ സ്ഥാപനം കേസ് കൊടുത്തു. അവസാനം സലോമി എന്ന സ്ത്രീക്ക് സ്ഥാപനം വിറ്റ് കടം വിട്ടിയ സുധിയ നന്ദകുമാറിൻ്റെ ബിനാമിയാണ് സലോമി എന്ന് അറിഞ്ഞിരുന്നില്ല. അവർ സുധിയെ ശേഷിക്കുന്ന കുടുംബസ്വത്തായ ചിന്നമ്പാറയിലെ പനയമ്പാല വീട്ടിലേക്ക് പോന്നു. അവിടെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ജീവിതമായിരുന്നു അവരുടേത്. റോയൽ നഷ്ടമായതോടെ സുധിയ മാനസികമായി തളർന്നു പോയിരുന്നു. അതിനിടെ സലോമിയുടെ ഇടയ്ക്കിടെ അവിടേക്കുള്ള വരവും അവളോടുള്ള നന്ദകുമാറിൻ്റെ ഇടപെടലും സുധിയെ വേദനിപ്പിച്ചു. അവരുടെ ഓരോ ചലനങ്ങളും അവൾ നിരീക്ഷിച്ചു. സലോമിയുമായി റോയലിൻ്റെ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയുള്ള ഇടപെടലാണ് അവരുടെ അടുപ്പമെന്ന് സുധിയെ അവൻ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ അടച്ചിട്ട മുറിയിലിരുന്ന് അവരുടെ മണിക്കൂറുകൾ നേരമുള്ള അടക്കം പറച്ചിലുകളും പൊട്ടിച്ചിരികളും അവളിൽ സംശയം ജനിപ്പിച്ചു. പിന്നീട് അവൾ അതറിഞ്ഞു. താൻ കബളിപ്പിക്കപ്പെട്ട കഥ. അവൾ അവൻ്റെ ഇഷ്ടക്കാരിയാണെന്ന്. സുധിയെ പൊട്ടിത്തെറിച്ചു. അവൾ കർക്കശക്കാരിയായി. ഒരു ദിവസം അവനോട് രൂക്ഷമായി പ്രതികരിച്ചു. സംശയിക്കപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. അവൻ്റെ ഭാവം മാറി. അവൻ അവൾക്കു നേരെ ക്രൂരമായ മർദ്ദനം നടത്തി. 2 കാലും അടിച്ചു തളർത്തി. ഒന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും ആവാത്ത അവസ്ഥയിലാക്കി. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. 1 മാസത്തിന് ശേഷം ദൂരെയുള്ള ഒരു നഴ്സിംഗ് ഹോമിൽ ചികിത്സയ്ക്കെന്ന വ്യാജേന അവളെ കൊണ്ടുപോയി. പിന്നീട് സുധിയെ കണ്ടവരാരുമില്ല. നന്ദകുമാറിൻ്റെ തിരിച്ചുവരവും അവിടേക്കുണ്ടായില്ല. അത്രയും എഴുതി വിശാഖ് നിർത്തി. ബാക്കി സുരിയ മേഡവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം. അന്ന് അവധി ദിവസമായിരുന്നതുകൊണ്ട് എഴുത്തു കഴിഞ്ഞപ്പോൾ അവനെ പുറത്തേക്ക് ഇറങ്ങണമെന്ന് തോന്നി. രാജനെ കാണണം, കുറച്ച് പുസ്തകങ്ങൾ കളക്ട് ചെയ്യണം. അതിനുശേഷം കോച്ചിങ് ക്ലാസ്സിലേക്ക്. ഒരു IAS കാരനാകുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. അത് ഗ്രീഷ്മയോടും അവളുടെ അച്ഛനോടുമുള്ള പ്രതികാരമായിരുന്നില്ല. 7ാം ക്ലാസ്സിൽ വെച്ച് ഹിന്ദി പഠിപ്പിച്ചിരുന്ന കേശവൻ സാറ് നിങ്ങളുടെ അംബീഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എനിക്ക് കളക്ടർ ആവണമെന്നായിരുന്നു. ഇന്നും ആ സ്വപ്നം വേറിട്ട് പോയിട്ടില്ല. പ്രിലിമിനറിയും മെയിനും നടന്നു കഴിഞ്ഞ് ഇനിയും ഇൻ്റർവ്യൂ. ഇതും തരണം ചെയ്ത തൻ്റെ സ്വപ്നം പൂത്തുവരികയും ജനസേവനത്തിൻ്റെ മറ്റൊരു പാതയിലേക്ക്. പക്ഷേ ഇൻ്റർവ്യൂ, അതിലാണ് പരീക്ഷണം. ശരിക്കും പേഴ്സണാലിറ്റിയെ തിരിച്ചറിയുന്ന ഘട്ടം. അത് അവൻ ആത്മവിശ്വാസം കൈവിട്ടില്ല. വിശാഖ് വേഷം മാറി പുറത്തേക്ക് പോകാനായി ഇറങ്ങി. മോനെ നീ എങ്ങോട്ടാ? അമ്പിളിയമ്മ ചോദിച്ചു. മോന് അവധിയുള്ള ദിവസം അമ്പിളിയമ്മയും അവധിയെടുക്കും. മോന് സന്തോഷത്തോടെ ഭക്ഷണം പാകമാക്കി കൊടുക്കണമെങ്കിൽ വീട്ടിലുണ്ടായേ പറ്റുമെന്ന് വിചാരമാണ് അവർക്ക്. കോച്ചിങ് ക്ലാസ്സിലേക്കാ? എന്താ അമ്മേ? ഞാൻ ചോദിച്ചു. എന്താ, നിനക്കൊരു കവറുണ്ട്, ഇന്നലെ പോസ്റ്റ്മാൻ കൊണ്ടുവന്നതാ. വലതു കൈയിൽ പിടിച്ചിരുന്ന ബ്രൗൺ കവറിനുള്ളിൽ കവറ് അമ്പിളിയമ്മ അവന് നേരെ നീട്ടി. അവനത് പൊട്ടിച്ചുള്ളടക്കം നോക്കി. വക്കീൽ നോട്ടീസൊന്നല്ല എന്ന് തോന്നുന്നു. ജോലിക്കുള്ളതാണോ മോനെ? അമ്പിളിയമ്മ ആകാംക്ഷയോട് ചോദിച്ചു. IAS ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്ററാണ്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു.
അവൻ സന്തോഷത്തോടെ പറഞ്ഞു. അമ്പിളിയമ്മയ്ക്കും സന്തോഷമായി. എന്നാ മോനെ, അടുത്ത മാസം 8-ാം തീയതി ഇങ്ങടുത്തല്ലോ. ഈശ്വരാ, എൻ്റെ കുഞ്ഞിനെ തുണയ്ക്കണേ. അമ്പിളിയമ്മ പ്രാർത്ഥനയോടെ നെഞ്ചത്ത് കൈവച്ചു. അങ്ങനെ ഉണ്ടാവും അമ്മേ. അമ്മയുടെ മകൻ IAS കാരനാവും. അവൻ അമ്മയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. വിശാഖ് ബൈക്കിൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് പുറപ്പെട്ടു. രാജൻ്റെ കടയിലെത്തിയപ്പോൾ 3 മണി. 4-നാണ് ക്ലാസ്. 1 മണിക്കൂർ അവനവിടെ ചെലവഴിച്ചു. പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ രാജൻ ഗ്രീഷ്മയുടെ കാര്യത്തിന് തുടക്കമിട്ടു. വിശാഖ് അത് തടഞ്ഞു. വേണ്ട രാജ, ആ ചാപ്റ്റർ തുറന്നു വായിക്കാൻ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, വിശാഖ് പറഞ്ഞു. എടാ, ഞാൻ നിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറയുന്നതല്ല, കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്നുള്ളൂ. ഗ്രീഷ്മ ഇപ്പോൾ ഗർഭിണിയാണെന്ന് പോലീസ് അളിയൻ പറഞ്ഞത്. ആ സ്ഥിതിക്ക് നിൻ്റെ ഈ നിലപാട് തുറന്നാലും അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട്, രാജൻ പറഞ്ഞു. ഒന്നുമില്ല, അങ്ങനെയെങ്കിൽ വിവാഹമോചന പരാതിയിൽ അവൾ ഒപ്പുവയ്ക്കില്ലായിരുന്നു. അതിനന്നേരം അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, രാജൻ പറഞ്ഞു. സോറി, നമുക്ക് ആ സംസാരം നിർത്താം. നീ ഞാൻ പറഞ്ഞ ബുക്കുകൾ എടുത്തു വയ്ക്കി, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുപോയിക്കോളാം. അത് പറഞ്ഞ് വിശാഖ് അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേന്ന് പത്രം ഓഫീസിലെത്തിയ വിശാഖ് സൂര്യ മേഡത്തെ കാത്തിരുന്നു. ഇൻ്റർവ്യൂ വിവരം പറയണം, അതായിരുന്നു മുഖ്യം. അവൾ അന്നേരം ഓഫീസിലെത്തിയിരുന്നില്ല. പത്രം കഴിഞ്ഞപ്പോൾ സൂര്യ എത്തി. അവളുടെ കടന്നുവരവിൽ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൾ തിരിച്ചു. വിശാഖ് എന്തോ പതിവിലും കവിഞ്ഞ ആകാംക്ഷയോടെ അവളെ നോക്കി. കാണാത്തൊരു വേഷം, ചന്ദന നിറമാർന്ന പച്ചക്കരയുള്ള സെറ്റുസാരിയും പച്ച ബ്ലൗസും. നെറ്റിയിൽ ചന്ദനക്കുറിയെല്ലാം കണ്ടിട്ട് ക്ഷേത്രദർശനം കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നുന്നു. മുഖത്ത് ഒരു ഗ്രാമീണ ഐശ്വര്യം. ഇതെന്താ മേഡം, ഇന്ന് ക്ഷേത്രത്തിൽ പോയോ? എന്താ പിറന്നാളാണോ? സബിത ചോദിച്ചു. സൂര്യ ഒരു നിമിഷം നിന്നു. ആ, ക്ഷേത്രത്തിൽ പോയി. പിറന്നാളായതുകൊണ്ടല്ല, എനിക്കവിടെ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനും കുറച്ച് കാര്യങ്ങൾ അനുവാദം ചോദിക്കാനും ഉണ്ടായിരുന്നു. സൂര്യ ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടി കൊടുത്തു. അല്ല, മേഡത്തിന് ഈ വേഷത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ, സബിത പറഞ്ഞു. ഓക്കെ പറഞ്ഞിട്ട് സൂര്യ മുന്നോട്ട് നടന്നു. പിന്നാലെ വിശാഖും ക്യാബിനിലേക്ക് ചെന്നു. ആ വിശാഖ്, വരൂ. സീറ്റിലേക്ക് ഇരിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഇരിക്കി, അവൾ പറഞ്ഞു. അവൻ ആ കസേരയിലിരുന്നു. എന്താ, പോയ കാര്യം സക്സസ് അല്ലേ? അതെ മേഡം, അവൻ പറഞ്ഞു. ചിന്നമ്പാറയിലെത്തി ഞാൻ അവർ താമസിച്ച വീടിൻ്റെ പരിസരത്തെ ചില ആളുകളുമായിട്ട് സംസാരിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻ്റെ അളിയൻ മുഖേന വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു, അവൻ പറഞ്ഞു. അത് കൊള്ളാം. അളിയൻ എങ്ങനെ, നമുക്ക് ദോഷമാകുമോ? ഏയ്, എനിക്ക് ദോഷം വരുന്ന ഒന്നും അളിയൻ ചെയ്യില്ല. പിന്നെ ഇൻ്റർവ്യൂ കാര്യം സൂചിപ്പിക്കാൻ അവൻ തയ്യാറെടുത്തു. എന്താ, വേറെ എന്തെങ്കിലും? അവൾ ചോദിച്ചു. എനിക്ക് സർവീസിനുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ വന്നിട്ടുണ്ട്, അവൻ പറഞ്ഞു. അത് നന്നായി, സന്തോഷം. എന്നാ, അടുത്ത മാസം 8-ാം തീയതി. അപ്പോൾ ഇങ്ങെടുത്തല്ലോ, അവൾ പറഞ്ഞു. അതെ, അതിന് കുറച്ച് ദിവസത്തെ അവധി വേണം, അവൻ പറഞ്ഞു. അതിനെന്താ, നല്ല കാര്യത്തിനല്ലേ. പിന്നെ ഒരു പ്രയാസമേ ഉള്ളൂ. വിശാഖ് വിജയിച്ച ഒരു IAS ഓഫീസറാകുമ്പോൾ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഞങ്ങൾ ആർജിച്ചെടുത്ത ഒരു സമ്പാദ്യമാണ് നഷ്ടമാകുന്നത്. എന്നേക്കാൾ മികവുറ്റ ആളുകൾ ഉണ്ടാവില്ലേ? അന്നേരം ഈ രംഗത്ത് കഴിവുള്ള ധാരാളം യുവതി യുവാക്കൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അവൻ പറഞ്ഞു. അല്ല, പറഞ്ഞതോർത്ത് വിശാഖ് വിഷമിക്കണ്ട. ഇക്കാര്യം ഭംഗിയായിട്ട് നടക്കട്ടെ. ആവശ്യത്തിന് വേണ്ട തുക അക്കൗണ്ട്സിൽ നിന്ന് വാങ്ങിച്ചു, ഞാൻ പറഞ്ഞേക്കാം. ഇന്നു മുതൽ അവധി വേണോ? അവൾ ചോദിച്ചു. അവൻ തലയിലക്കി. ആ മേഡം, ഞാൻ ആ സ്റ്റോറിക്കൊരു രൂപം കൊടുത്തിട്ടുണ്ട്. അവൻ കയ്യിൽ കരുതിക്കൊണ്ടുവന്ന കടലാസ് മടക്ക് നിവർത്തി സൂര്യയുടെ നേർക്ക് നീട്ടി. അവളത് വാങ്ങി വായിച്ചു. ഭംഗിയായിരിക്കുന്നു, കുറച്ചുകൂടി ചേർക്കാനുണ്ട്. എന്തായാലും അരുണയും കൂടി നോക്കട്ടെ, എന്നിട്ട് അധികം വൈകാതെ തന്നെ ഇത് നമുക്ക് പുറത്ത് അടിക്കാം, അവൾ പറഞ്ഞു. ഓക്കെ മേഡം, ഓക്കെ. വിശാഖ് ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി. അരുണയോടും സബിതയോടും മറ്റ് സഹപ്രവർത്തകരോടും എല്ലാം വിവരം പറഞ്ഞു. അവർക്കെല്ലാം വലിയ സന്തോഷം. എല്ലാവരും അവന് വിജയാശംസകൾ നേർന്നു. നീതു എത്തിയിട്ടില്ല, അത് കാരണം അവളോട് പറഞ്ഞില്ല. അവളെ ഫോണിൽ വിളിച്ചു പറയാം, അവൾക്കേറെ സന്തോഷമായിരിക്കും. എത്ര പറഞ്ഞാലും ഒരു അസൂയയില്ലാത്ത മനസ്സാണ് അവളുടേത്. വിശാഖ് അക്കൗണ്ട്സിൽ നിന്നും ആവശ്യത്തിനുള്ള പണവും വാങ്ങി ഓഫീസ് വിട്ടു. സെൻട്രൽ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി അവൻ പെരുന്ന 2-ാം നമ്പർ ബസ് സ്റ്റാൻഡിൽ കൂടി പിന്നിലേക്കുള്ള വഴിയെ കിടന്ന് ബൈപ്പാസിലൂടെ ബൈക്ക് ഓടിച്ചു. റെയിൽവേ ജംഗ്ഷനിൽ സിഗ്നൽ കാത്തു കിടന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ഒഴിവായി. റോഡ് മുറിച്ച് വാഴപ്പള്ളിച്ചിറയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. യാത്രയിലുടനീളം അവൻ്റെ ചിന്ത ഇൻ്റർവ്യൂ ആയിരുന്നു. ആ അഭിമുഖത്തിൽ നേരിടേണ്ട വഴികൾ,
അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു കത്തി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മധുമൂല റോഡിൽ നിന്നും ബൈപ്പാസിലേക്ക് കടന്നു വന്ന് മെല്ലെ തിരിഞ്ഞ ചരക്ക് വാഹനത്തിൻ്റെ പിന്നിൽ ചെന്ന് ബൈക്കിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡ് സൈഡിലേക്ക് അവൻ തെറിച്ചു വീണു. അപ്പോൾ അതുവഴി പോയ കാൽനട യാത്രക്കാരിൽ ചിലരത് കണ്ടിട്ട് ഓടിക്കൂടി. അവരെത്തിയപ്പോഴേക്കും ചരക്ക് വണ്ടി വിട്ടുപോയി. അവർ അവനെ പൊക്കിയെടുത്തു. എവിടെയൊക്കെയോ പൊട്ടിച്ച് രക്തമൊലിക്കുന്നുണ്ട്. ആരും ആലോചിച്ചു നിന്നില്ല. ഉടനെ അതുവഴി വന്ന ഒരു ഓട്ടോയിൽ അവനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് വിശാഖിനെ കൊണ്ടുവന്നു. സർ, ബൈക്ക് ആക്സിഡൻറ്റാ. ആളാരാണെന്ന് അറിയില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് കൊണ്ടുവന്നവരിൽ ഒരാൾ പറഞ്ഞു. ഡോക്ടർ വിശാഖിനെ ശ്രദ്ധിച്ചു. അവൻ വേദന കൊണ്ട് പുളയുകയാണ്. തല മൂടി പൊതിഞ്ഞിരിക്കുന്ന ഷർട്ട് നിറയെ രക്തമാണ്. കയ്യിലും കാലിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും രക്തം വമിക്കുന്നുണ്ട്. വിശാഖ് സ്ട്രെച്ചറിൽ തന്നെയാണ് ഇപ്പോഴും. ഡോക്ടർ അവൻ്റെ അരികിലേക്ക് നീങ്ങി. പിന്നാലെ 2 നേഴ്സുമാരും. നിങ്ങൾ പുറത്തു നിന്നോളൂ, വിളിക്കാം. സർ, ഞങ്ങൾ പല ആവശ്യങ്ങളുമായി വന്നവരാ. അപകടം കണ്ടപ്പോൾ ഇടപെട്ടെന്നേ ഉള്ളൂ. കൊണ്ടുവന്നവരിൽ ആദ്യം സംസാരിച്ച ആൾ തന്നെ പറഞ്ഞു. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ഉടനെ പോകാം. ചിലപ്പോൾ രക്തം വേണ്ടി വന്നെങ്കിൽ നിങ്ങളുടെ സഹായം വേണ്ടി വന്നേക്കും, ഡോക്ടർ പറഞ്ഞു. അതിനനുസരിച്ച് അവർ പുറത്ത് കാത്തു നിന്നു. ഡോക്ടർ വിശാഖിൻ്റെ തല പൊതിഞ്ഞു വെച്ച തുണി മാറ്റി. കോട്ടം കൊണ്ട് രക്തപ്പാടുകൾ തുടച്ചു. മുറിവുകൾ പരിശോധിച്ചു. ഇടത് ചെവിയുടെ വരിപ്പ് പൊട്ടിപ്പിളർന്നിട്ടുണ്ട്. നെറ്റിയുടെ ഇടതുവശത്തും മുറിവുണ്ട്. ഒപ്പം 2 കാലിലും ഇടത് കൈയിലും തൊലികൾ തെന്നി മാറിയിട്ടുണ്ട്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ രേഖപ്പെടുത്തുക. നാളെ വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. വേറൊരു കാര്യം കൂടി, ഉച്ചയ്ക്ക് 12 മണിക്ക് ദ്രാവിഡനും വൈകുന്നേരം 5 മണിക്ക് വൈഗ IPSഉം നമ്മൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും കേൾക്കുക, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.